Hello, hi, dear friends. Welcome to Daily One Word Substitution. അപ്പോൾ ഇന്ന് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ്റെ ഫസ്റ്റ് സെഷനാണ്. അപ്പോൾ നമ്മുടെ ഈ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു സംഭവം എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. അതായത് ഇപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പം നമ്മൾ പഠിച്ചിട്ടുണ്ടാകും വൺ ഹൂ ടീച്ചസ്, അതിന് നമ്മൾ എന്താ പറയുക, ടീച്ചർ. അല്ലെങ്കിൽ എന്താ പറയുക, വൺ ഹൂ ട്രീറ്റ്സ് പീപ്പിൾ ഹു ആർ ഇൽ, അതിന് നമ്മൾ എന്താ പറയുക, ഡോക്ടർ. അങ്ങനെ അതുപോലെ വൺ ഹൂ എന്താ പറയുക, വൺ ഹൂ ഈസ് വർക്കിംഗ് ഇൻ ആർമി ഓഫീസർ ഓർ മിലിറ്ററി മാൻ. അങ്ങനെ ഓരോന്നിനും അതിപ്പം എന്താ പറയുക, അങ്ങനെ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ റിലേറ്റഡ് മാത്രമല്ല, ഓരോ കാര്യത്തിനും ഇംഗ്ലീഷിൽ നമുക്ക് ഏത് ഭാഷയിലും നമുക്ക് അങ്ങനെ വൺ വേർഡ് വെച്ച് നമുക്കതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ ഇതൊക്കെ നമ്മൾ ഈസിയായി നമ്മുടെ കുഞ്ഞിലെ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഈ ഒരു വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ്റെ സിമ്പിളായ കാര്യങ്ങളാണിതൊക്കെ. വൺ ഹൂ ഗീവ്സ് ദ ലെറ്റർ പോസ്റ്റ്മാൻ, അങ്ങനെയുള്ള സംഭവങ്ങളാണ് നമ്മുടെ. അല്ലെങ്കിൽ വൺ വേർഡ് ഫോർ ഫിയർ ഓഫ് വാട്ടർ, ഹൈഡ്രോഫോബിയ. അതേപോലെ അങ്ങനത്തെ വേർഡ്സിനെയൊക്കെ അങ്ങനത്തെ വൺ വേർഡ്. അപ്പം നമുക്കൊരു വലിയൊരു സെൻറ്റൻസിൽ ഇപ്പം നമ്മളൊരാളെക്കുറിച്ച് പറയാണ്, ഷീ ഹാസ് ഫിയർ ഫോർ വാട്ടർ, അവൾക്ക് വെള്ളത്തിന് പേടിയാണ്. അങ്ങനെ നമ്മൾ പറയണതിന് പകരം നമുക്ക് വൺ വേർഡിൽ പറയാം ഷീ ഈസ് ഹൈഡ്രോഫോബിക്. അതിൻ്റെ മീനിങ് എന്താ, അവൾക്ക് വെള്ളത്തിന് പേടിയാന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. അതേപോലെ നമ്മുടെ ഈ എന്താ പറയുക, ഇങ്ങനെ ഒരു സെൻറ്റൻസിൽ നമ്മൾ പറയണ കാര്യങ്ങൾ നമുക്ക് വൺ വേർഡിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള വേർഡ്സാണ് നമ്മൾ ഈ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന സെഷനിൽ നമ്മൾ നോക്കണേ. അപ്പോൾ ഇന്ന് നമ്മളങ്ങനെ 5 നമ്മളതിൽ നോക്കാൻ പോണേ. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഹൂ കനോട്ട് ബി കറക്റ്റഡ്. വൺ ഹൂ കനോട്ട് ബി കറക്റ്റഡ്. ഇവിടെ എഴുതാം, വൺ ഹൂ കനോട്ട് ബി കറക്റ്റഡ്. അതായത് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഇവരൊരിക്കലും നന്നാവില്ല. അതായത് എന്നെ തല്ലണ്ട അമ്മാവാ, ഞാൻ നന്നാവില്ല എന്ന് പറയുന്ന ആ കാറ്റഗറിയിലുള്ള ആൾക്കാർ. അപ്പം നമ്മൾ എത്ര ഉപദേശിച്ചാലും എന്തൊക്കെ നമ്മൾ ചെയ്താലും അവർ നന്നാവില്ല. സോ അങ്ങനെയുള്ള ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാരെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ക്യാരക്ടറിനെ നമ്മൾ എന്താ പറയുന്നത്, ഇൻകോറിജിബിൾ എന്ന് നമ്മൾ പറയും. ഇൻകോറിജിബിൾ, യെസ്. ഉപദേശിച്ചാലും തല്ലിയാലും എന്ത് ചെയ്താലും നന്നാവാത്ത ആൾക്കാരെ നമ്മൾ എന്താ പറയുക, ഇൻകോറിജിബിൾ. അപ്പോൾ നമ്മൾ എന്ത് പറയും, ഷീ ഈസ് വെരി ഇൻകോറിജിബിൾ, ഷീ ഈസ് ഇൻകോറിജിബിൾ, അല്ലെങ്കിൽ ഹീ ഈസ് ഇൻകോറിജിബിൾ. ദർ ഈസ് നോ യൂസ് ഓഫ് അഡ്വൈസിങ് ഹിം, ഹീ ഈസ് ഇൻകോറിജിബിൾ. അവനെ ഉപദേശിച്ചിട്ട് ഒരു കാര്യവും ഇല്ല, അവൻ ഒരിക്കലും നന്നാവാൻ പോണില്ല. സോ അതാണ് ഇൻകോറിജിബിൾ എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ്. ഇനി നെക്സ്റ്റ്, ഡ്രഗ് ഓർ എനി സബ്സ്റ്റൻസ് ആണ് ദാറ്റ് ഇൻഡ്യൂസസ് സ്ലീപ്പ്. അതായത് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും നമ്മൾ കഴിക്കുമ്പോൾ അതെങ്കിലും മരുന്നോ, അല്ലെങ്കിൽ ഇപ്പം നമ്മളൊരു സിനിമ കാണുമ്പം നമ്മൾ ഉറങ്ങിപ്പോണേ, അങ്ങനത്തെ ഒരു. അപ്പോൾ ഏതൊരു സാധനവും നമുക്ക് ഉറക്കം തരുന്ന സാധനം. ചിലപ്പോൾ നമ്മളൊരു സിനിമ കാണാൻ ചെന്ന് തിയേറ്ററിലോ വീട്ടിലോ നമ്മളിത് സിനിമ കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ അറിയാണ്ടങ്ങ് ഉറങ്ങിപ്പോവും. കാരണം അത് നമുക്കൊരു ഉറക്കം തരുന്ന രീതിയിലുള്ള ഒരു സിനിമ. ചിലർ ക്ലാസ് എടുക്കുമ്പോൾ അങ്ങനെയാണ്, നമ്മൾ പറയും അതൊരു ഉറക്കം തൂങ്ങി മാഷാണ്, അല്ലെങ്കിൽ അതൊരു ഉറക്കം തൂങ്ങി ടീച്ചറാണെന്നൊക്കെ നമ്മൾ പറയില്ലേ. കാരണം അവർ ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് ഉറക്കം വരും. അപ്പോൾ അങ്ങനെയുള്ള സംഭവം, അങ്ങനെയുള്ള സാധനങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെയോ അങ്ങനെയുള്ള മരുന്നുകളെയോ ഒക്കെ നമ്മൾ പറയുന്ന പേരെന്താണ്, സോപ്പോറിഫിക്. യെസ്, ഉറക്കം ഇൻഡ്യൂസ് ചെയ്യുന്നത് സാധനങ്ങളെ. സിനിമ, ദ മൂവി വിച്ച് ഐ വാച്ച്ഡ് യെസ്റ്റർഡേ വാസ് സോപ്പോറിഫിക്. ഇന്നലെ ഞാൻ കണ്ട മൂവി അതൊരു നമുക്ക് ഉറക്കം തരുന്ന രീതിയിലുള്ള ഒരു മൂവിയായിരുന്നു. അതാണ് സോപ്പോറിഫിക്. ഇനി സ്കൂൾ ഓർ കോളേജ് സ്റ്റഡീഡ്.
അതായത് ഇപ്പോൾ നമ്മൾ പഠിച്ചൊരു സ്കൂളിനെ കുറിച്ചോ അല്ലെങ്കിൽ കോളേജിനെ കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മൾ പഠിച്ചൊരു ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുന്ന കേസസിൽ നമ്മുടെ സ്കൂൾ അല്ലെങ്കിൽ നമ്മുടെ കോളേജ് അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ ചെന്ന ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അതിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് ആൽമാ മേറ്റർ. ആൽമാ മേറ്റർ. ഓക്കെ, നമ്മൾ പഠിച്ച സ്കൂള് അല്ലെങ്കിൽ നമ്മൾ പഠിച്ച കോളേജ്, അതേപോലെ എന്താ പറയുക, നമ്മൾ പഠിച്ച എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇങ്ങനെയുള്ള സംഭവങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന വൺ വേർഡാണ് ആൽമാ മീറ്റർ. ഇനി വൺ ഹൂ praises rich or powerful people, rich or powerful people for getting some favors from them. അതായത് നമ്മൾ ഈ മുഖസ്തുതിക്കാരൻ എന്ന് നമ്മൾ പറയില്ലേ, ഇപ്പോൾ ഒരാളെ നമ്മൾ സുഖിപ്പിക്കുവാണ് വെറുതെ, അതായത് ഒരു സിൻസിയർ ഇല്ലാത്ത രീതിയിൽ നമ്മുടെ കാര്യം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരാളെ പ്രശംസിച്ച് മുഖസ്തുതിയൊക്കെ പറയണ അങ്ങനത്തെ ആൾക്കാർ നമ്മൾ പറയുന്ന വേർഡാണ് സൈക്കോഫാൻറ്റ്. യെസ്, മുഖസ്തുതിക്കാരൻ. നമ്മൾ കറക്റ്റ് ഒരു മലയാളം മീനിങ് പറഞ്ഞാൽ സൈക്കോപാൻറ്റ് എന്ന് പറയുന്ന ആ വേർഡിൻ്റെ മീനിങ് മുഖസ്തുതിക്കാരൻ. ഓക്കെ, ഇനി ഫിയർ ഓഫ് ഇൻസെക്ട്സ്. അതെ, എനിക്ക് പ്രാണികളെയൊക്കെ ഭയങ്കര പേടിയുള്ള, ഇപ്പോൾ നമ്മൾ വെള്ളത്തിനെ പേടിക്കും, നമ്മൾ എന്താ പറയുക, ഹൈഡ്രോഫോബിയ. അപ്പോൾ നമുക്ക് ഏതൊരു സാധനവും നമുക്ക് പേടിയാണെങ്കിൽ അപ്പോൾ അതിൻ്റെ കൂടെ ഫോബിയ എന്നുണ്ടാവും, ഹൈഡ്രോഫോബിയ. അപ്പോൾ വെള്ളത്തിനെയാണ് നമുക്ക് പേടി. സോ ഇവിടെ നമുക്ക് എന്താ പേടി, ഇൻസെക്റ്റിനെയാണ് പേടി. അപ്പം ഇൻസെക്റ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പോൾ വെള്ളത്തിന് നമ്മൾ ഹൈഡ്രോ എന്ന് ഉപയോഗിച്ച പോലെ ഇൻസെക്റ്റിൻ്റെ സ്ഥാനത്ത് നമ്മൾ ഉപയോഗിക്കുന്നതാണ് എൻറ്റമോഫോബിയ. ഇൻസെക്ട്സിനെ പേടി. അപ്പം ഷീ ഹാസ് ഫിയർ ഫോർ ഇൻസെക്ട്സ് എന്ന് നമ്മൾ പറയുമ്പോൾ അതിന് പകരം നമുക്ക് എന്ത് പറയാം, വൺ വേർഡിൽ ഷീ ഈസ് എൻറ്റമോഫോബിക്. അതിൻ്റെ മീനിങ് എന്താ, അവൾക്ക് ഇൻസെക്ട്സിനെ പേടിയാണ്. സോ അപ്പോൾ ഇതാണ് നമ്മൾ ഈ സെഷനിൽ നോക്കിയ 5 വൺ വേർഡ്സ്. അപ്പോൾ എന്തൊക്കെയായിരുന്നു നമ്മൾ നോക്കിയത്, അതായത് നമുക്ക് ഉറക്കം തരുന്ന രീതിയിൽ സ്ലീപ്പ് ഇൻഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങളോ ആൾക്കാരോ സംഭവങ്ങളോ എന്ത് തന്നെയായാലും നമ്മൾ അതിന് എന്ത് പറയും, സോപ്പോറിഫിക്. നമുക്ക് ഇൻസെക്ട്സിനെ പേടിയാണെങ്കിൽ നമ്മൾ എന്ത് പറയും, എൻറ്റമോഫോബിയ. നമ്മൾ പഠിച്ചൊരു സ്കൂളോ അല്ലെങ്കിൽ നമ്മുടെ ഒരു കോളേജോ നമ്മൾ പഠിച്ചൊരു സ്ഥാപനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മളതിന് യൂസ് ചെയ്യുന്ന വൺ വേർഡ് എന്താണ്, ആൽമാ മീറ്റർ. പിന്നെ നമ്മൾ എന്താ നോക്കിയത്, എന്നെ തല്ലണ്ട അമ്മാവാ ഞാൻ നന്നാവൂല, ആ കാറ്റഗറിയിലുള്ള ആൾക്കാർ അവരുടെ അങ്ങനത്തെ ഒരു നേച്ചറിന് നമ്മൾ വൺ വേർഡിൽ എങ്ങനെയാണ് പറയുക, ഇൻകോറിജിബിൾ. ഓക്കെ, പിന്നെ നമ്മൾ നോക്കിയത് എന്താണ്, യെസ്, മുഖസ്തുതിക്കാരൻ. നമ്മളിപ്പോൾ ഒരാളെ ഒരു ആത്മാർത്ഥതയില്ലാതെ വെറുതെ അവരെ നമ്മൾ പ്രശംസിച്ച് നമ്മുടെ കാര്യം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ അവരെ പ്രശംസിച്ച് അങ്ങനെയൊക്കെ നമ്മൾ നിൽക്കുന്ന അങ്ങനത്തെ ആൾക്കാരെ നമ്മൾ എന്താ പറയുക, സൈക്കോഫാൻറ്റ്. അപ്പം ഇന്നത്തെ ഈ ഒരു വൺ വേർഡ് വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇതേപോലെ മറ്റൊരു വൺ വേർഡ് സെഷനിൽ വേറൊരു 5 അടിപൊളി വൺ വേർഡ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.